പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മളെ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിച്ചത് 1924 ഗാന്ധിജി അധ്യക്ഷത പദം അലങ്കരിച്ച ബൽഗാം സമ്മേളനം വരെ. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് 1925 കാൺപൂർ സമ്മേളനം. 1925 കാൺപൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ്. നമ്മൾ സരോജിനി നായിഡുവിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ? ആനി ബെസന്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയുമാണ്. അതുകൂടാതെ മറ്റ് 4 വനിതകളൂടെ ഉണ്ട്. അതിൽ സരോജിനി നായിഡു 1925 അധ്യക്ഷ പദം അലങ്കരിച്ചു അല്ലേ? അപ്പൊ 1925 കാൺപൂർ സമ്മേളനം അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഈ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാക്കി മാറ്റി. അതുവരെ അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നടാ? ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയായി മാറ്റിയത് എന്നായിരുന്നു 1925 കാൺപൂരിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡുവുമാണ്. 1927 മദ്രാസ് സമ്മേളനം അധ്യക്ഷത വഹിച്ചത് MA അൻസാരി. MA അൻസാരിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുസ്ലിം ലീഗ് എന്ന സംഘടനയിലും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് MA അൻസാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് MA അൻസാരി കേട്ടോ. ഈ MA അൻസാരി അധ്യക്ഷനായ 1927 മദ്രാസ് സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയത് ഈ സമ്മേളനമായിരുന്നു. എന്തിനാണ് സൈമൺ കമ്മീഷൻ വരിക? നമ്മൾ വൈസ്രോയിമാരെ പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിൽ പ്രധാനമായും നിർദ്ദേശിച്ചത് ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാനാണ്. ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളെ ഭരണത്തിൽ പങ്കാളിയാക്കുക. ജനങ്ങളുടെ പ്രതിനിധി എങ്ങനെ തിരഞ്ഞെടുക്കും? പൊതു ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കും. ഇലക്ഷൻ നടത്തണമെങ്കിൽ ആര് സഹായിക്കണം? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണം. പക്ഷെ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ സഹകരിച്ചോ? ഇല്ല. അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇലക്ഷൻ നടന്നില്ല. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ പ്രധാന നിർദ്ദേശമായ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാനും കഴിഞ്ഞില്ല. അത് പരിശോധിക്കാനായിരുന്നു ആര് വരിക? സൈമൺ കമ്മീഷൻ വരിക. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചതെന്നായിരുന്നു? 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് പാർലമെന്ററി കമ്മിറ്റിയാണ്. പാർലമെന്റ് അംഗങ്ങൾ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അവർ വന്ന് ഇന്ത്യയിൽ ഒന്ന് പരിശോധിക്കുന്നു എന്തുകൊണ്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ ഇന്ത്യക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യ അതിൽ പ്രതിഷേധിച്ചു. ആ കാര്യമാണ് നമ്മളിവിടെ പറയുക. അപ്പൊ 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ആ വർഷം ഡിസംബർ മാസം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ MA അൻസാരി അധ്യക്ഷനായ മദ്രാസ് സമ്മേളനത്തിൽ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്ന സാഹചര്യത്തിൽ ആ സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധ ജാഥകൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തു. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ 1925 കാൺപൂർ സമ്മേളനം അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. INC പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത. INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാക്കി മാറ്റിയത് ഈ സമ്മേളനത്തിൽ തന്നെ. 1927 മദ്രാസ് സമ്മേളനം അധ്യക്ഷത വഹിച്ചത് MA അൻസാരി. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് MA അൻസാരി എന്ന് പറയുക. സെറ്റാണേ. അടുത്ത് പറയുന്നു 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രസിഡന്റായി മാറിയത് ഈ ലാഹോർ സമ്മേളനത്തിലാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആദ്യമായി INC പ്രസിഡന്റ് ആകുന്നത് 1929 ലാഹോർ സമ്മേളനത്തിൽ. എന്നാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം എന്നാണ് ചോദ്യമെങ്കിലോ, നെഹ്റു ആദ്യമായി പങ്കെടുത്തതെന്നാണ് ചോദ്യമെങ്കിലോ 1912 ബെങ്കിപ്പൂർ സമ്മേളനത്തിൽ. ഈ നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയെന്നാ? അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ?
1916 ലക്നൗ സമ്മേളനത്തിൽ അല്ലേ? ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് 1916 ലക്നൗ സമ്മേളനത്തിൽ. നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം 1912 ബെങ്കിപ്പൂർ. ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രസിഡന്റ് ആവുന്നത് 1929 ലാഹോർ സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ പ്രസിഡന്റ് ആയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. എത്ര തവണ? 8 തവണ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയത് ആര് തന്നെ? ജവഹർലാൽ നെഹ്റു തന്നെ, 8 തവണ. 1929 ലാഹോർ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. നമ്മൾ വൈസ്രോയിമാര് പഠിച്ചപ്പോൾ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ പഠിച്ചപ്പോൾ അവിടെ എന്ത് പഠിച്ചിരുന്നു? ഇർവിൻ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1929 ദീപാവലി ദിനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്യുകയായിരുന്ന ഇർവിൻ പ്രഭു ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകാം. ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകാം. ഇതിനെ നമ്മൾ ദീപാവലി പ്രഖ്യാപനം എന്നാണ് വിളിക്കുക. പുത്രിക രാജ്യ പദവി നൽകാം. ഇതിനെ എന്തെന്ന് വിളിച്ചു? ദീപാവലി പ്രഖ്യാപനം എന്ന് വിളിച്ചു. ഈ ദീപാവലി പ്രഖ്യാപനത്തെ എതിർക്കുന്ന നിലപാടാണ്, അല്ലെങ്കിൽ ആ ദീപാവലി പ്രഖ്യാപനത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലപാടാണ് 1929 ലാഹോർ സമ്മേളനത്തിൽ ആര് സ്വീകരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 1929 ദീപാവലി പ്രഖ്യാപനം. ഈ ദീപാവലി പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്നാണ് ആര് പ്രഖ്യാപിക്കുക? അപ്പോഴത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു പ്രഖ്യാപിക്കുക. അതിനെ എതിർക്കുന്ന നയമാണ് ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ സ്വീകരിക്കുന്നത്. അപ്പൊ തങ്ങൾക്ക് പുത്രികാ രാജ്യ പദവി അല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് എന്താ? പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടു? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാല് പൂർണ്ണമായ സ്വാതന്ത്ര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി സ്വരാജ് ആവശ്യപ്പെട്ടതെന്ന്, എന്നാ സ്വരാജ് ആവശ്യപ്പെടുക? 1906 കൽക്കട്ട സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി ആയിരുന്നു, അല്ലെ? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി സ്വരാജ് ആവശ്യപ്പെട്ടത് 1906 കൽക്കട്ട സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അപ്പൊ ആരോട് ആവശ്യപ്പെടുന്നേ? ബ്രിട്ടീഷുകാരോട്. ബ്രിട്ടീഷുകാര് ചോദിച്ചാൽ ഉടൻ തന്നെ സ്വാതന്ത്ര്യം തരാൻ തയ്യാറാണോ? തയ്യാറാണോ? അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കാര്യം ആ സമ്മേളനത്തിൽ വരില്ലേ? കാരണം അംഗങ്ങൾ സ്വാഭാവികമായിട്ട് രണ്ടഭിപ്രായമുള്ളവരുണ്ടാകാം. കുറച്ചുപേര് ചോദിച്ചു, എങ്ങനെ സ്വാതന്ത്ര്യം തരും? അപ്പൊ മറ്റു ചിലർ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ തന്നാലോ, അല്ലെ? ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറയുന്നതാണേ, ശ്രദ്ധിച്ചോളേ. അപ്പൊ പൂർണ്ണ സ്വാതന്ത്ര്യം ചോദിച്ചു, തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണം. വേണ്ടേ? ആ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ തീരുമാനം ഇതായിരുന്നു: 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷുകാരോട്. ബ്രിട്ടീഷുകാരെ തന്നാൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണ്ടേ? അതുകൊണ്ട് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വീണ്ടും സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പതാക ഉയർത്തും, അല്ലേ? പതാക ഉയർത്തില്ലേ? ഉയർത്തുമല്ലോ. യെസ്, അതിനുവേണ്ടി ത്രിവർണ പതാക അംഗീകരിച്ചു. ത്രിവർണ പതാക അംഗീകരിച്ചു. ഇനി പതാക ഉയർത്തി നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. ത്രിവർണ പതാക അംഗീകരിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത് ഈ ലാഹോർ സമ്മേളനത്തിന്റെ സമാപന ദിവസമായ, ഈ ലാഹോർ സമ്മേളനം ഉണ്ടല്ലോ INCയുടെ, അല്ലെ? എന്തായാലും വാർഷിക സമ്മേളനം ഡിസംബർ അവസാനത്തെ ആഴ്ചയല്ലേ? ഈ ലാഹോർ സമ്മേളനത്തിന്റെ സമാപന ദിവസമായ 1929 ഡിസംബർ 31 തീയതി രവി നദിക്കരയിൽ വെച്ച് ഉയർത്തുകയാണ്. ഈ രവി നദിക്കരയിലെ നഗരമാണെന്ത്? ലാഹോർ. മനസ്സിലായോ? അതുകൊണ്ട് ലാഹോർ സമ്മേളനത്തില് രവി നദിക്കരയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തി. എന്നാ ഉയർത്തുന്നേ? 1929 ഡിസംബർ 31. അപ്പൊ ആദ്യം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ തരും എന്ന വിശ്വാസത്തിൽ 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യത്തിൽ പതാക ഉയർത്തണമല്ലോ. മൂന്നാമത്തെ കാര്യം, ത്രിവർണ പതാക അംഗീകരിച്ചു. ഈ ത്രിവർണ പതാക ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയത് 1929 ഡിസംബർ 31 ഈ ലാഹോർ സമ്മേളനത്തിന്റെ സമാപന ദിവസത്തിൽ രവി നദിക്കരയിൽ.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനോട് എതിരഭിപ്രായമുള്ള ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ ചോദിച്ചു. സ്വാതന്ത്ര്യം ചോദിച്ചു. തന്നാൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതായിരുന്നു 4ാമത്തെ ഈ സമ്മേളനത്തിന്റെ തീരുമാനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കും. ആ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ആദ്യത്തെ സമരമായിരുന്നു, 1ാമത്തെ സമരമായിരുന്നടാ എന്ത്? ഉപ്പ് സത്യാഗ്രഹം. മനസ്സിലായോ? അത് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം പ്രത്യേകിച്ച് പഠിക്കും. മനസ്സിലുണ്ടാവട്ടെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 4 ഇതൊക്കെ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. 3 ത്രിവർണ്ണ പതാക അംഗീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത് ലാഹോർ സമ്മേളനത്തിന്റെ സമാപന ദിവസം 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ. 4ാമത്തെ തീരുമാനം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കും. സെറ്റാണേ? യെസ്. അപ്പോൾ 1929 ലാഹോർ സമ്മേളനം അധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രസിഡന്റായ സമ്മേളനം. എന്നാൽ ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1912 ബെങ്കിപ്പൂർ സമ്മേളനം. നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാണ്? 1916 ലക്നൗ സമ്മേളനം. അല്ലെ? അംബിക ശരൺ മജുംദാർ ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയത് നെഹ്റു തന്നെ. എത്ര തവണ? 8 തവണ. വാർഷിക സമ്മേളനം, സ്പെഷ്യൽ സെഷനും എല്ലാം ഉൾപ്പെടെയാണ് 8 തവണ കേട്ടോ. ഗുഡ്. പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. പിന്നെ 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ത്രിവർണ്ണ പതാക അംഗീകരിച്ചു. INC ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത് 1923 ഡിസംബർ 31 രവി നദിക്കരയിൽ അഥവാ ലാഹോറിൽ വെച്ച്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത് പറയുന്നു 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. ഈ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ കറാച്ചി സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. എന്തൊക്കെ? 1 സാമ്പത്തിക നയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാമ്പത്തിക നയം. 2 മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1931 കറാച്ചി സമ്മേളനത്തിൽ മൗലിക അവകാശം എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയെന്ന് പറയുമ്പോൾ മൗലിക അവകാശം നേടിയെടുക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യമായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ആ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കാൻ വേണ്ടി പ്രയത്നിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മൗലിക അവകാശങ്ങളുടെ ശില്പി അഥവാ മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചു. അപ്പൊ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നോ മൗലികാവകാശങ്ങളുടെ പിതാവെന്നോ സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി വാർഷിക സമ്മേളനത്തിൽ വെച്ച് സാമ്പത്തിക നയം, മൗലിക അവകാശങ്ങൾ എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കിയതുകൊണ്ട്. ഈ സമ്മേളനത്തിൽ തന്നെ ചർക്ക ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക അംഗീകരിച്ചു. 1929 ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാകയ അതിന്റെ മധ്യഭാഗത്ത് ചർക്ക ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് എപ്പോഴാ? 1931 കറാച്ചി സമ്മേളനത്തിൽ. PS ചോദിച്ചിട്ടുണ്ട്, മറക്കല്ല കേട്ടോ. അടുത്ത് പറയുന്നു 1933 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് നില്ലി സെൻ ഗുപ്ത. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നില്ലി സെൻ ഗുപ്ത ആരായിരുന്നു? ജർമ്മൻ വനിതയാണ് അല്ലെ? INC പ്രസിഡന്റായ 2ാമത്തെ വിദേശ വനിതയാണ് നില്ലി സെൻ ഗുപ്ത. നില്ലി സെൻ ഗുപ്ത പേര് കേൾക്കുമ്പോൾ നമുക്ക് വിദേശി എന്ന് തോന്നില്ല അല്ലെ? കാരണം എന്താ? അവർ പിന്നീട് ഇന്ത്യയില് പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്വീകരിച്ച പേരായിരുന്നു നില്ലി സെൻ ഗുപ്ത. അവരുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? എഡിത് എലൻ ഗ്രേ എന്നായിരുന്നു. എഡിത് എലൻ ഗ്രേ എന്നായിരുന്നു. അപ്പൊ നെല്ലി സെൻ ഗുപ്തയുടെ യഥാർത്ഥ പേരെന്താ? എഡിത് എലൻ ഗ്രേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ 3ാമത്തെ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. അല്ലെങ്കിൽ പറയാം INC പ്രസിഡന്റായ 2ാമത്തെ വിദേശ വനിതയെന്നോ. ശരിയല്ലേ? 3ാമത്തെ വനിത കൂടാതെ 2ാമത്തെ വിദേശ വനിത. സെറ്റാണേ? ഈ സ്ലൈഡ് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കിയാലോ? ഗുഡ്. അപ്പൊ 1931 കറാച്ചി സമ്മേളനം അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സാമ്പത്തിക നയം, മൗലിക അവകാശങ്ങൾ എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. അതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ മൗലിക അവകാശങ്ങളുടെ ശില്പി അഥവാ പിതാവ് എന്ന് വിളിക്കുന്നു. ചർക്ക ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക ഈ സമ്മേളനത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. 1933 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് നില്ലി സെൻ ഗുപ്ത. അവരുടെ യഥാർത്ഥ പേര് എഡിത് എലൻ ഗ്രേ എന്നായിരുന്നു. INC പ്രസിഡന്റായ 2ാമത്തെ വിദേശ വനിതയാണ്, ജർമ്മൻ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത അഥവാ എഡിത് എലൻ ഗ്രേ എന്ന് പറയുക. അടുത്ത് പറയുന്നു 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1935 ബോംബെ സമ്മേളനം. എന്നാൽ ഈ ചർച്ച ചെയ്തതിനു ശേഷം ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുകയാണ്. എന്ന് ആവശ്യപ്പെടുന്നേ, ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ഔദ്യോഗികമായി ഉന്നയിച്ചത് 1937 ഫൈസിപ്പൂർ സമ്മേളനത്തിലാണ്. ഈ ഫൈസിപ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. അതുവരെ ഈ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടന്നതൊക്കെ ഏതെങ്കിലും നഗരങ്ങളിലായിരുന്നു, ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യത്തിന്. ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്നത് എന്നായിരുന്നു 1937 ആ ഗ്രാമത്തിന്റെ പേരെന്താ? ഫൈസിപ്പൂർ. ഈ ഫൈസിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? നിലവില് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 1935 ബോംബെ സമ്മേളനം അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1937 ഫൈസിപ്പൂർ സമ്മേളനം. ഫൈസിപ്പൂർ മഹാരാഷ്ട്രയിലാണ്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ഔദ്യോഗികമായി ഉന്നയിക്കപ്പെട്ട സമ്മേളനം. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനവും 1937 ഫൈസിപ്പൂർ തന്നെ. അടുത്ത് പറയുന്നു 1938 ഹരിപുര സമ്മേളനം. ഹരിപുര എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ഹരിപുര സമ്മേളനം അധ്യക്ഷത വഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഈ സമ്മേളനത്തിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെടും. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായ 1938 ഹരിപുര സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ആ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചത് ആരെ? ജവഹർലാൽ നെഹ്റുവിനെ. അപ്പോൾ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ഹരിപുരയിൽ വെച്ച് നടക്കുന്നു. അതിൽ അധ്യക്ഷനായിരുന്നത്, പ്രസിഡന്റ് ആയിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപവത്കരിക്കുന്നു. ആ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനായി ആരെ നിയമിച്ചു? ജവഹർലാൽ നെഹ്റുവിനെ നിയമിച്ചു. വീണ്ടും 1939 ത്രിപുരി സമ്മേളനം. ഈ ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് കേട്ടോ. വീണ്ടും സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി. എങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി എന്നതിന് അവിടെ പ്രസക്തിയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് ഈ 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. ഗാന്ധിജിയുടെ നോമിനി ആയിരുന്ന പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് രണ്ടാം തവണ INCയുടെ പ്രസിഡന്റ് ആവുക. നേരിട്ട് പ്രത്യക്ഷ മത്സരത്തിലേക്ക് പോയി. അതുവരെ അങ്ങനെ പരസ്പര മത്സരമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാണ്? ഒരു പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാണ് പതിവ്. പക്ഷെ ഇവിടെ രണ്ട് വിഭാഗം ഉള്ളത് കൊണ്ട് അവിടെ നേരിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോയി. അതുകൊണ്ടാ പറയുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ആദ്യമായി നടന്നത് ഏത് വർഷം? 1939 ത്രിപുരി സമ്മേളനം. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? 1939 ത്രിപുരി സമ്മേളനത്തിൽ പ്രസിഡന്റായി. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിന് അതിൽ വലിയ വിഷമവും തോന്നി. കാരണം താൻ കാരണം കോൺഗ്രസിൽ ചേരിതിരിവുണ്ടാകരുത്. അതുകൊണ്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ആ സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റായി സേവനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചു. തുടർന്ന് അദ്ദേഹം സ്വതന്ത്രമായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, ഫോർവേഡ് ബ്ലോക്ക്. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. അപ്പോൾ മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. യെസ്. അപ്പോൾ ഈ പേരുകൾ ചോദിക്കും സമ്മേളനത്തിന്റെ. ഹരിപുര സമ്മേളനത്തിലാണോ ത്രിപുരി സമ്മേളനത്തിലാണോ സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ച് വിജയിച്ചത് എന്ന് ചോദിക്കാം. അപ്പോ ആ ഒരു വാക്ക് പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് എടുത്താൽ മതി. ഹരിപുര എന്ന് പറയുന്നതിനാണോ ത്രിപുരി എന്ന് പറയുന്നതിനാണോ നമുക്ക് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരിക? ഹരിപുര വലിയ എനർജി വേണ്ട. ത്രിപുരി കുറച്ച് ബാസ് കൂടി പറയേണ്ടി വരും അല്ലേ? അപ്പൊ ഹരിപുരയിൽ സുഭാഷ് ചന്ദ്രബോസ് പെട്ടെന്ന് പ്രസിഡന്റായി. ത്രിപുരയില് കുറച്ച് പാടുപെട്ട് പ്രസിഡന്റായി എന്ന് വെറുതെ ഓർത്ത് കിട്ടും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ഥിരം PSC ചോദിക്കുന്ന ഏരിയയാണ്. അപ്പൊ 1938 ഹരിപുര സമ്മേളനം. ഹരിപുര എവിടെയാണ്? ഗുജറാത്തിലാണ്. അധ്യക്ഷനായത് സുഭാഷ് ചന്ദ്രബോസ്. ഈ ഹരിപുര സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപവത്കരിച്ചു.
അതിന്റെ ചെയർമാനെ നിയമിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ. 1939 ത്രിപുര സമ്മേളനം മധ്യപ്രദേശിൽ വെച്ച് അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് തന്നെ. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നു. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റായിട്ട് മാറുക. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നു 1940 രാംനഗർ സമ്മേളനം. 1940 രാംനഗർ സമ്മേളനത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റായി. പിന്നെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. അതേ തുടർന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമൊക്കെ നടക്കുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ കാലഘട്ടത്ത് നേതാക്കളെല്ലാം ജയിലിലകപ്പെടുന്നു. അങ്ങനെ 1940 രാംനഗർ സമ്മേളനത്തിന് ശേഷം പിന്നെ വാർഷിക സമ്മേളനം നടക്കുന്നത് 1946 മീററ്റിലാണ്. ഓക്കെ, 1940 രാംനഗർ സമ്മേളനം, രാംനഗറിലെ വാർഷിക സമ്മേളനത്തിന് ശേഷം പിന്നെ വാർഷിക സമ്മേളനം നടക്കുന്ന എപ്പോഴാ? 1946 മീററ്റിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 40 പ്രസിഡന്റായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഏതുവരെ പ്രസിഡന്റായി തുടർന്നു? 46 മീററ്റ് സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റ് വരുന്നത് വരെ തുടരുകയാണ്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടാവരുതേ, അതുകൊണ്ട് എടുത്തു പറയണേ. ഓക്കെ, സാധാരണത്തിൽ എല്ലാ വർഷവും INCയുടെ സമ്മേളനം നടക്കുന്നതാണ്. എല്ലാ വർഷവും INCയുടെ സമ്മേളനം നടന്ന് അതിന്റെ ഭാഗമായി പുതിയ പ്രസിഡന്റ് വരും. പക്ഷെ ഇവിടെ 40 രാംനഗർ സമ്മേളനത്തിന് ശേഷം പിന്നെ സമ്മേളനം നടക്കുന്ന എപ്പോഴാ? 46 മീററ്റിലാണ്. അതുവരേക്കും 40 പ്രസിഡന്റായ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു. ക്ലിയർ? യെസ്. 1942 ബോംബെയില് മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റ് ആയിക്കൊണ്ട് മറ്റൊരു സമ്മേളനം നടന്നു. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആ സമയത്ത് INC പ്രസിഡന്റ് ആണ്. അങ്ങനെ ഒരു ബോംബെയിൽ വെച്ച് ഒരു പ്രത്യേക സമ്മേളനം നടന്നു. ഈ പ്രത്യേക സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ആ സമയത്ത് INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആ പ്രത്യേക സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു എന്ന് പറയാം. അല്ലെങ്കിൽ ആ പ്രത്യേക സമ്മേളനത്തിന് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് പറയാം? ജവഹർലാൽ നെഹ്റു എന്ന് പറയാം. ഓക്കെ, എന്നാൽ സംഘടനയുടെ പ്രസിഡന്റ് അപ്പോൾ ആര് തന്നെ? മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെ. ഏതുവരെ? 46 വരെ. സെറ്റ് അല്ലേ? 1946 മീററ്റ് സമ്മേളനം അധ്യക്ഷൻ ആരാണ്? JB കൃപലാനി. 1946 സമ്മേളനം എന്ന് പറയുമ്പോൾ ജനുവരി ആണോ ഡിസംബർ ആണോ? ഡിസംബർ ആണ്, നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങൾ എപ്പോഴും നടക്കുന്നത് എപ്പോഴാണടാ? ഡിസംബർ മാസം തന്നെ. അപ്പൊ 1946 ഡിസംബർ മാസം നടന്ന മീററ്റ് വാർഷിക സമ്മേളനത്തിൽ ആര് പ്രസിഡന്റായി? JB കൃപലാനി. അതുകൊണ്ട് തന്നെ 47 ഓഗസ്റ്റ് 15 കാലഘട്ടത്തിൽ ആരായിരുന്നു പ്രസിഡന്റ്? JB കൃപലാനി തന്നെ. അതുകൊണ്ട് നമ്മൾ പറയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനിയാണ്. JB കൃപലാനി എന്ന് പ്രസിഡന്റായി? 46 മീററ്റ് സമ്മേളനത്തിൽ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പൊ 1940 രാംനഗർ സമ്മേളനം അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. 1946 വരെ തുടർച്ചയായി പ്രസിഡന്റ് പദം വഹിച്ചു. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. പിന്നെ സമ്മേളനം നടക്കുന്നത് 46 മീററ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. 1942 ബോംബെയില് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി. അതിന്റെ അധ്യക്ഷനും മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെ. കാരണം സംഘടനയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ ആ പ്രത്യേക സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. 1946 വാർഷിക സമ്മേളനം മീററ്റിൽ വെച്ച് നടന്നു. അധ്യക്ഷൻ ആരാണ്? JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? JB കൃപലാനിയുടെ പേര് പറയാം. സെറ്റാണ് ഇതുവരെ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചേക്കണേടാ. ഇനി അടുത്ത് പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം ആദ്യമായി എഴുതിയത് പട്ടാഭി സീതാരാമയ്യായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിളിക്കുക. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യ സമ്മേളനം നടന്നത് ജയ്പൂരിലാണ് 1948. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യ സമ്മേളനം നടക്കുന്നത് ഇവിടെ ജയ്പൂരിലാണ് 1948. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് നാസിക്കിലാണ് 1950.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47-ലാണ്. 47 ഡിസംബറിൽ സമ്മേളനം ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു കേട്ടോ. 47 ഡിസംബർ മാസം ആ സമയത്ത് ആഭ്യന്തര ലഹള നടക്കുന്നത് കൊണ്ട് ആ വർഷം സമ്മേളനം നടന്നിരുന്നില്ല. 47-ൽ സമ്മേളനം നടന്നില്ല. 46 മീററ്റിൽ JB കൃപലാനി അധ്യക്ഷനായതിനു ശേഷം പിന്നെ സമ്മേളനം നടക്കുന്നത് എപ്പോഴാ? 48 ഡിസംബർ മാസം. ഓക്കെ. അപ്പോഴും പ്രസിഡന്റ് ആയത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യാണ്. പക്ഷേ അവിടെ നമ്മൾ പ്രസിഡന്റ് പേര് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് പഠിക്കുന്നില്ല കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രാധാന്യം. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു INC. അതുകൊണ്ടാണ് നമ്മളത് പറയുക. ഓക്കെ. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജയ്പൂരിൽ വെച്ച് 1948. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് നാസിക്കിൽ വെച്ച് 1950. ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. ഇനി അടുത്ത് പറയുന്നു വിശേഷണങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചത് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പ്രധാനപ്പെട്ട 3 കാലയളവിൽ പ്രവർത്തിച്ചിരുന്നു. ഒന്നാമത്തെ കാലഘട്ടം മിതവാദ കാലഘട്ടം, 2 തീവ്രവാദ കാലഘട്ടം, പിന്നെ ഗാന്ധിയൻ കാലഘട്ടം. ഈ കാലഘട്ടത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് കുറെ ചിന്തകന്മാര് കുറെ തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിക്കാറുണ്ട്. ആ വിശേഷണങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് കേട്ടോ. നോക്കാം വിശേഷണങ്ങൾ. ഒന്ന്, പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത് സ്ഥാപകനായ അലൻ ഒക്ടിവിൻക്യൂ. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പറയാനേ സാധ്യതയുള്ളൂ അല്ലെ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് യോഗ്യമാണ്. അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ചത് ബിപിൻ ചന്ദ്രപാൽ. അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ചത് ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ കടവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിന് കേട്ടോ. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിളിച്ചതും ആര് തന്നെ? ബിപിൻ ചന്ദ്രപാൽ തന്നെ. അപ്പൊ അവധിക്കാല വിനോദ പരിപാടി എന്നും പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചത് ബിപിൻ ചന്ദ്രപാൽ. അടുത്ത് പറയുന്നു യാചകരുടെ സംഘടന. കാരണം ആദ്യ കാലഘട്ടത്ത് മിതവാദ കാലഘട്ടത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിവേദനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരോട് പല കാര്യങ്ങളും ചോദിച്ചു. ഒരു മറുപടിയൊന്നും കൊടുത്തില്ല. പക്ഷെ തിരിച്ച് അതിനെതിരെ പ്രതികരിക്കാനൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദ കാലഘട്ടത്ത് തയ്യാറായില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് വിപ്ലവകാരിയായ അരബിന്ദോ. നമ്മൾ അരബിന്ദ് ഘോഷ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ സേഫ്റ്റി വാൽവ് തിയറി എന്ന് വിശേഷിപ്പിച്ചത് ലാലാ ലജ്പത് റായ്. അതുകൊണ്ട് ആ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ലാലാ ലജ്പത് റായ് ആവശ്യപ്പെട്ടത് 1906 കൽക്കട്ട സമ്മേളനത്തിലാണ്. പിൽക്കാലത്ത് പട്ടാഭി സീതാരാമയ്യ പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്നത് നിഗൂഢമാണ്. നിഗൂഢതയിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് ആരാ? പട്ടാഭി സീതാരാമയ്യ. അത് ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടാകുന്നതാണോ അതോ ബ്രിട്ടീഷുകാർക്ക് ഗുണമുണ്ടാകുന്നതാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ആര് പറയുക? പട്ടാഭി സീതാരാമയ്യ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത് സ്ഥാപകനായ അലൻ ഒക്ടിവിൻക്യൂ. അവധിക്കാല വിനോദ പരിപാടി എന്നും പ്ലേയിങ് വിത്ത് ബബിൾസ് എന്നും പരിഹസിച്ചത് ബിപിൻ ചന്ദ്രപാൽ. യാചകരുടെ സംഘടന എന്ന് പരിഹസിച്ചത് അരബിന്ദ് ഘോഷ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യ. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് തീവ്രവാദി നേതാവായ ബാലഗംഗാധര തിലകൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് ഡിസംബർ മാസത്തായിരുന്നു. ആ ഡിസംബർ മാസത്തെ അവസാനത്തെ ആഴ്ചയിൽ കേവലം 3 ദിവസം സമ്മേളനം കൂടിയിട്ട് ബ്രിട്ടീഷുകാരോട് പറയേണ്ട കാര്യങ്ങൾ നിവേദനമായി തയ്യാറാക്കി വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഇവരെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പക്ഷെ ബ്രിട്ടീഷുകാരോട് ചോദിച്ചിട്ടില്ല പല കാര്യങ്ങളും. അതിനെയാണ് ആര് വിമർശിക്കുക? ബാലഗംഗാധര തിലകൻ. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1905 ബനാറസ് സമ്മേളനത്തില് സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയത് ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു വെച്ചു. പക്ഷേ സ്വാതന്ത്ര്യം ആരാ തരേണ്ടേ? ബ്രിട്ടീഷുകാര്. ആ വർഷം ചോദിച്ചോ? ഇല്ല. തുടർന്ന് 1906 ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തില് സേഫ്റ്റി വാൽവ് തിയറിയെ കുറിച്ച് ചർച്ച വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വരാജ് ആവശ്യപ്പെടുന്നത്. ശരിയല്ലേ? രണ്ടാമത്തെ ഉദാഹരണം
1935 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പഠിച്ചു. ആ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം എന്ന് ചർച്ച ചെയ്തു. നല്ലതാ. ചർച്ച ചെയ്യുന്നതൊക്കെ നല്ലതാ. പക്ഷേ ആവശ്യപ്പെട്ടോ? ഇല്ല. പിന്നെ ആവശ്യപ്പെട്ടത് എപ്പോഴാ? 2 വർഷത്തിന് ശേഷം 1937 ഫെയ്സിപ്പൂർ സമ്മേളനത്തിൽ. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സില് അവരുടെ ഉള്ളിൽ തന്നെ കാര്യങ്ങള് വച്ചു പുലർത്തുകയാണ് ചെയ്യുന്നത്. ആരോടും ഒന്നും ചോദിക്കുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് പ്രതികരിച്ചത് ആരാ? തിലകന. അപ്പൊ വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല. തവളകൾ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു കുളത്തിലാണ് കിടക്കുന്നത്, അതാണ് തവളകളുടെ ലോകം. ഒരു കിണറിലാണെങ്കിൽ അതാണ് അവരുടെ ലോകം. വേറെ ഒന്നും തവളകൾ ചിന്തിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാട്. യെസ്. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് എ.കെ. ദത്ത. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് എ.കെ. ദത്തയാണ്. ഐഎൻസിയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശമെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ഐഎൻസിയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശമെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടനയായിരുന്നു ഐഎൻസി എന്ന് വിമർശിച്ചത് ജവഹർലാൽ നെഹ്റു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിമർശിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് എ.കെ. ദത്ത. ഐഎൻസിയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടനയാണ് എന്ന് പരാമർശിച്ചത് ജവഹർലാൽ നെഹ്റു. കഴിഞ്ഞു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചവര്, സാധാരണ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിശേഷണങ്ങൾ ആദ്യമാണ് പഠിക്കാറ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അവസാനം പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാണ് എന്താണ് പ്രവർത്തിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഈ വിശേഷണങ്ങൾ പഠിച്ചാൽ മാത്രമേ ആത്യന്തികമായി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിളിച്ചതെന്ന് നമുക്ക് അറിയാനും കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ. യെസ്. അപ്പൊ വിശേഷണങ്ങൾ നോക്കിയേ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് സ്ഥാപന AOQ. അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. യാചകരുടെ സംഘടന എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യ. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് എ.കെ. ദത്ത. ഐഎൻസിയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ നമുക്ക്? ഓക്കെ. യെസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4ാമത്തെ പൂർണ്ണമായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്നു. 1925 കാൺപൂർ സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. ഐഎൻസി പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഐഎൻസിയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാക്കി മാറ്റിയത് സരോജിനി നായിഡു തന്നെ. അല്ലെങ്കിൽ സരോജിനി നായിഡു അധ്യക്ഷയായ കാൺപൂർ സമ്മേളനം തന്നെ. 1927 മദ്രാസ് സമ്മേളനം അധ്യക്ഷത വഹിച്ചത് എം.എ. അൻസാരി. എം.എ. അൻസാരിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പരാമർശിക്കുന്ന ഉത്തരവാദിത്ത ഭരണം എന്തുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കുവാനായിട്ട് 1927 ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. അതാണ് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുക. ആ സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ആരും ഇല്ലാത്തത് കൊണ്ട് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി സൈമൺ കമ്മീഷനെതിരെ സമരത്തിന് ആഹ്വാനം ചെയ്ത സമ്മേളനമായിരുന്നു ഈ 1927 മദ്രാസ് സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രസിഡന്റായ സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനമാകട്ടെ 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ പ്രസിഡന്റ് ആയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എത്ര തവണ? 8 തവണ. പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട സമ്മേളനമായിരുന്നു ഈ 1929 ലാഹോർ സമ്മേളനം. 1930 ജനുവരി 26-ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. കൂടാതെ ത്രിവർണ പതാക അംഗീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത് 1929 ഡിസംബർ മാസം 31 രവിനന്ദിക്കരയിൽ. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിൽ തന്നെ. സെറ്റാണ്. 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ.
ഈ കറാച്ചി സമ്മേളനത്തിലാണ് സാമ്പത്തിക നയം, മൗലിക അവകാശങ്ങൾ എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കുക. അവതരിപ്പിച്ച് പാസാക്കി എന്ന് പറഞ്ഞാൽ ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം, അതായത് സാമ്പത്തിക നയം, മൗലിക അവകാശങ്ങൾ എന്നിവ INC-യുടെ ലക്ഷ്യമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ മൗലികാവകാശങ്ങളുടെ ശില്പി അഥവാ പിതാവ് എന്ന് വിളിക്കുന്നു. 1931 ഈ കറാച്ചി സമ്മേളനത്തിൽ തന്നെയാണ് സർക്കാർ ആലേഖനം ചെയ്ത ത്രിവർണ്ണ പതാക അംഗീകരിക്കുന്നത്. 1933 കൽക്കട്ട സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ജർമ്മൻ വനിതയായ നെല്ലിസൺ സെൻഗുപ്ത. അവരുടെ യഥാർത്ഥ പേര് എഡിത്ത് എലൻ ഗ്രേ എന്നായിരുന്നു. INC പ്രസിഡന്റായ മൂന്നാമത്തെ വനിതയും INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയുമാണ് നെല്ലിസൺ സെൻഗുപ്ത. 1935 ബോംബെ സമ്മേളനം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം. 1937 ഫിസിപ്പൂർ സമ്മേളനം. ഫിസിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമം മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 35നോട് ചേർത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇന്ത്യക്ക് ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ഔദ്യോഗികമായി ഉന്നയിക്കപ്പെട്ട സമ്മേളനമാണ് 1937 ഫിസിപ്പൂർ സമ്മേളനം. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനവും 1937 ഫിസിപ്പൂർ സമ്മേളനം തന്നെ. 1938 ഹരിപുര സമ്മേളനം. ഹരിപുര ഗുജറാത്തിലാണ്. അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഈ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനെ നിയമിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ. 1939 ത്രിപുര സമ്മേളനം. ത്രിപുര എന്ന് പറയുന്ന ഭൂപ്രദേശം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അധ്യക്ഷനായത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മറ്റ് സമ്മേളനത്തിലെ പോലെ നോമിനേറ്റഡ് ആയിരുന്നില്ല. അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നു. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് 1939 ത്രിപുര സമ്മേളനത്തിൽ. ഗാന്ധിജിയുടെ നോമിനിയായിരുന്ന പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് തന്റെ പേരിൽ ഇനിയൊരു വിഭാഗീയത വേണ്ട എന്നൊരു കാഴ്ചപ്പാടോടുകൂടി തന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. ക്ലിയർ? 1940 രാംനഗർ സമ്മേളനം. അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കാരണം സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. പിന്നെ വാർഷിക സമ്മേളനം നടക്കുന്നത് 1946 മീററ്റിലാണ്. അതുവരേക്കും പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെ. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ഒരു പ്രത്യേക സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷത വഹിച്ചതും ഔദ്യോഗികമായ പ്രസിഡന്റായ മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെ. ആ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1946 മീററ്റ് അധ്യക്ഷൻ JB കൃപലാനി. ഡിസംബറിലാണ് സമ്മേളനം എന്ന് നമുക്ക് എല്ലാം അറിയാം. അപ്പൊ 46 ഡിസംബർ മാസം മീററ്റിൽ പ്രസിഡന്റായ JB കൃപലാനി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് ആയിരുന്നു എന്നത് യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് ആരാ? JB കൃപലാനി. JB കൃപലാനി എന്നാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെ? 46 മീററ്റ്. 1947 INCക്ക് സമ്മേളനമുണ്ടോ? ഇല്ല. 47 സമ്മേളനം നടന്നിട്ടില്ല. പിന്നെ നടക്കുന്ന 48ലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. എന്തുകൊണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിളിക്കുക. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജയ്പൂരിലാണ് 1948. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ വർഷം INCയുടെ വാർഷിക സമ്മേളനം നടന്നിട്ടില്ല. 46 മീററ്റ് സമ്മേളനത്തിന് ശേഷം പിന്നെ നടന്നത് 1948 ജയ്പൂരിലായിരുന്നു. അതുവരേക്കും ആരായിരുന്നു പ്രസിഡന്റ്? JB കൃപലാനി തന്നെ. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് നാസിക്കിലായിരുന്നു 1950. വിശേഷണങ്ങൾ: പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് വിശേഷിപ്പിച്ചത് അലൻ ഒക്യുവിൻക്യു. അവധിക്കാല വിനോദ പരിപാടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിച്ചത് ബിപിൻ ചന്ദ്രപാൽ. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചത് ബിപിൻ ചന്ദ്രപാൽ തന്നെ. യാചകരുടെ സംഘടന എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരിഹസിച്ചത് അരവിന്ദ് ഘോഷ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യ. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് AK ദത്ത. INCയുടെ സ്വാഭാവിക മരണത്തിലേക്ക് ആനയിക്കുകയാണ് തന്റെ ആഗമന ഉദ്ദേശം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇത്രയും സെറ്റാണ്. യെസ്, മറക്കല്ല. വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതോടുകൂടി ഇവിടെ പൂർത്തീകരിക്കപ്പെടുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലഘട്ടം പറഞ്ഞപ്പോൾ നമ്മൾ
സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഇനി നിസ്സഹകരണ പ്രസ്ഥാനമുണ്ട്, നിയമലംഘന പ്രസ്ഥാനമുണ്ട്, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഓരോ കാലഘട്ടം പഠിച്ചു വരുമ്പോഴേക്കും ആ സമരങ്ങൾ അവിടെ നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഓക്കെ? അപ്പോ ഇത്രയും നിങ്ങൾ പഠിച്ചുറപ്പിച്ച് വരിക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും? സ്വദേശി പ്രസ്ഥാനം. ഓക്കെ അല്ലേ? സ്വദേശി പ്രസ്ഥാനത്തിന് ശേഷം ഗാന്ധിയൻ സമരങ്ങളിലേക്ക് നമ്മൾ പോകും. ഗാന്ധിയൻ സമരങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റ് പ്രധാന പ്രക്ഷോഭകാരികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനകളെ ഒക്കെ നമ്മൾ പരിചയപ്പെടും. ഓക്കെ അല്ലേ? ബൈ ബൈ.